Hi students, our next topic is control. We have already studied other functions of management like planning, organizing, staffing, directing, and the next function we are going to study is control. Control, we know that it is fundamental management function. കൺട്രോളിലൂടെ എന്താണ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ്? നമ്മൾ പ്ലാൻസിൽ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് പെർ ദ പ്ലാൻസ് വി ഹാവ് ടു എൻഷുർ ദ ഒബ്ജക്റ്റീവ്സ് ഹാവ് ടു ബി അക്കംപ്ലിഷ്ഡ്. വി ഹാവ് ടു എൻഷുർ ദ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ ബേസിൽ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഇൻ ദ പാസ്റ്റ് നമ്മൾ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്താൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക, അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക, അത് മാത്രമാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൺട്രോളിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുകയും അത് ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ വേരിയേഷൻ ഫൈൻഡ് ചെയ്യുകയും അപ്പം ആ ഒരു വേരിയേഷൻ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് പ്രിവെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൺട്രോളിൻ്റെ ഡെഫിനിഷൻ നോക്കാം. According to Consent O'Donnell, what is control? So, managerial control implies measurement of accomplishment against the standard and the correction of deviations to assure attainment of objectives according to plans. മാനേജീരിയൽ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ബേസ് ചെയ്ത് എത്രമാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്, പിന്നീട് നമ്മളുടെ ആ സ്റ്റാൻഡേർഡിൽ നിന്നും എത്രമാത്രം ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തതിനേക്കാൾ ആക്ച്വൽ പെർഫോമൻസിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, അത് തടയുന്നതിന് എന്തൊക്കെ ചെയ്യാം, ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ആസ് പെർ ദ പ്ലാൻസ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പർപ്പസസ് ഓഫ് കൺട്രോൾ നോക്കാം. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺട്രോൾ. കൺട്രോൾ എന്തിനു വേണ്ടിയാണ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്? ഫസ്റ്റ് പോയിൻറ്റ്, വെരിഫൈങ് ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അപ്പം ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസും അവിടുത്തെ എംപ്ലോയീസ് ആക്ച്വലി എത്രമാത്രം വർക്ക് ചെയ്യുന്നു ആ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് പോയിൻറ്റ്, റെഗുലേറ്റിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ച്വൽ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക. അത്രയും ആകണം എന്നുള്ള ഒരു ബേസിൽ വർക്ക് ചെയ്യുക. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ വേരിയേഷൻസ് ഫ്രം ദി സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസിൽ നിന്നും എത്രമാത്രം വ്യത്യാസം ആക്ച്വൽ പെർഫോമൻസിലുണ്ട് എന്നുള്ളത് കണ്ടെത്തുക. നെക്സ്റ്റ്, റെക്ടിഫൈങ് ദ വേരിയേഷൻസ്. ഇപ്പോൾ സ്റ്റാൻഡേർഡിനേക്കാളും വളരെ കുറഞ്ഞൊരു നിലവാരത്തിലാണ് ആക്ച്വൽ പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കുക. നെക്സ്റ്റ്, പ്രിവെൻറ്റിങ് സച്ച് വേരിയേഷൻസ് ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ സംഭവിച്ച ആ വേരിയേഷൻസ് ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഫ്യൂച്ചറിൽ ആ വേരിയേഷൻസ് തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് കൺട്രോളിലൂടെയാണ് സാധിക്കുന്നത്. നെക്സ്റ്റ്, മിനിമൈസിങ് വേസ്റ്റ് അറ്റ് ഓൾ ലെവൽസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും ഉള്ള വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻക്രീസിങ് എഫിഷ്യൻസി, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് പ്രോപ്പർ കൺട്രോളിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ അവരുടെ എഫിഷ്യൻസിയും പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇത്രയുമൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ കൺട്രോളിൻ്റെ പർപ്പസസ്. നോക്കാനുള്ളത് കോൺസെപ്റ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോൾ. കൺട്രോളിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിൻറ്റ്, കൺട്രോൾ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഒരു ഓർഗനൈസേഷനിൽ എന്താവശ്യമുണ്ട്, ഒരു പ്രോപ്പർ കൺട്രോൾ ആവശ്യമുണ്ട്. എൻ്റെ ഓപ്പറേഷൻസിലും തീർച്ചയായിട്ടും സുപ്പീരിയർ ഒരു കണ്ടിന്യൂസ് വാച്ച് എംപ്ലോയീസിൽ കൊടുത്തിരിക്കണം. ബിസൈഡ്സ് ഹി എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദി എഫേർട്സ് ആർ മെയ്ഡ് ടു അച്ചീവ് ദ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ്. സോ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബേസ് ചെയ്ത് എഫേർട്സ് എല്ലാം അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ കൺട്രോൾ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ്ലി എസെൻഷ്യലാണ്. അപ്പം കൺട്രോൾ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ദെൻ കൺട്രോൾ ഈസ് യൂണിവേഴ്സൽ. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവൽസിലും അപ്ലൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ബിസിനസ് ആയിക്കോട്ടെ നോൺ ബിസിനസ് കൺസേൺ ആയിക്കോട്ടെ, ഡിസൈഡ് ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജർ ഡെഫിനറ്റ്ലി പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ എല്ലാ ലെവൽസിലും അപ്ലൈ ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ. സോ കൺട്രോൾ ഈസ് യൂണിവേഴ്സൽ.
നെക്സ്റ്റ് കൺട്രോൾ ഈസ് ഫോർവേഡ് ലുക്കിംഗ്. കൺട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും പാസ്റ്റിൽ നമുക്ക് പാസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു പോയതാണ്, അത് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ എൻഷുർ അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫോർവേഡ് ലുക്കിംഗ് ആണെന്ന് പറയാം. നെക്സ്റ്റ് കൺട്രോൾ ഈസ് എ ഡൈനാമിക് പ്രോസസ്സ്. കൺട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ലെങ്കിൽ റിജിഡ് അല്ല. ആസ് പെർ ദ സിറ്റുവേഷൻസ് നമുക്ക് സ്റ്റാൻഡേർഡ്സ് റിവ്യൂ ചെയ്യേണ്ടി വരും, പെർഫോമൻസ് റിവ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുത്താവുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്സ്. ദെൻ കൺട്രോൾ ഇൻവോൾവ്സ് മെഷർമെൻറ്റ്. കൺട്രോളിൽ എന്ത് വരുന്നുണ്ട്? മെഷർമെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ടാർഗറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്ത് നമ്മുടെ ആക്ച്വൽ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം അത് എത്രമാത്രം ഉണ്ട് എന്നുള്ള മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? മെഷർമെൻറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് കൺട്രോൾ ഈസ് ആൻഡ് ഇൻഫ്ലുവൻസ് പ്രോസസ്സ്. അപ്പം കൺട്രോൾ ഉള്ളത് കൊണ്ടും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് കൊണ്ടും ആളുകൾ എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാം, മിനിമം ഇത്രയെങ്കിലും റിസൾട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് മെൻ്റലി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ ഇൻഫ്ലുവൻസസ് ദ പീപ്പിൾ ടു കൺഫോം ടു ദി നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ പെർഫോമൻസ്. നെക്സ്റ്റ് കൺട്രോൾ ഇൻവോൾവ്സ് കറക്റ്റീവ് ആക്ഷൻ. കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അതിൻ്റെ ഡീവിയേഷൻസ് ഫൈൻഡ് ചെയ്യുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ സാധിക്കുമ്പോഴുമാണ്. അപ്പം അങ്ങനെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് കൺട്രോൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് കൺട്രോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൺട്രോൾ തീർച്ചയായിട്ടും കറക്റ്റീവ് ആക്ഷൻ ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് കൺട്രോൾ ഇസ് എ മാനേജീരിയൽ ഫംഗ്ഷൻ. അപ്പോൾ മാനേജർ പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ പോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഒരു വർക്ക് അസൈൻ ചെയ്യുമ്പോൾ ആ മാനേജർ തീർച്ചയായിട്ടും ആ വർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ റെസ്പോൺസിബിളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺട്രോൾ ഇൻവോൾവ്സ് റിവ്യൂ ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. പാസ്റ്റ് ഈവൻറ്റ്സിൻ്റെ ബേസിലാണ് ഈ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു ലുക്കിംഗ് ബാക്ക് ഫംഗ്ഷൻ വരുന്നുണ്ട്. ദ ഡീവിയേഷൻസ് ഇൻ ദ പാസ്റ്റ് ആർ റിവീൽഡ് ബൈ ദി കൺട്രോൾ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കൺട്രോളിൻ്റെ ജനറലായിട്ട് വരുന്ന ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ ഫംഗ്ഷൻ ഇല്ലാതെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ കൺട്രോളിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഗൈഡ് ടു ഓപ്പറേഷൻസ്. കൺട്രോൾ ഒരു ഓർഗനൈസേഷനെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പം എംപ്ലോയീസിൻ്റെ പ്രോഗ്രസ്സിനും അതുപോലെ അവരെത്രമാത്രം സ്റ്റാൻഡേർഡിൽ നിന്നും ഡീവിയേറ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഡീവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൺട്രോളാണ്. അപ്പോൾ അത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് എസെൻഷ്യലാണ്. അപ്പം കൺട്രോൾ ഒരു ഓപ്പറേഷൻസിന് ഗൈഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. നെക്സ്റ്റ്, പോളിസി വെരിഫിക്കേഷൻ. ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടുള്ള പോളിസീസ് റിവ്യൂ ചെയ്യുകയും റിവൈസ് ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൺട്രോൾ പ്രോസസ്സിലൂടെയാണ്. അങ്ങനെ വെരിഫൈ ചെയ്യുന്നതിനും ഒരു പോളിസീസിൻ്റെ ക്വാളിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നത് കൺട്രോളാണ്. അപ്പം ഇറ്റ് ഹെൽപ്സ് പോളിസി വെരിഫിക്കേഷൻ. സോ കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റി. When a manager assigns some activities and delegates authority to his subordinates, he remains responsible for ultimate performance. അപ്പോൾ മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യുന്നത് കൺട്രോളിലൂടെയാണ്. അവർക്കൊരു വർക്ക് കൊടുക്കുകയും മാനേജറിന് ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് എംപ്ലോയീസിനെ കൊണ്ട് ആ വർക്ക് ഫംഗ്ഷൻ ചെയ്യിക്കേണ്ടത് മാനേജറാണ്. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ പ്രഷർ. തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡേർഡ് വരുമ്പോൾ മിനിമം അത്രയെങ്കിലും പെർഫോം ചെയ്യണം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ പ്രഷർ എല്ലാവരുടെയും മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോളിന് സാധിക്കുന്നു. ഇറ്റ് അപ്ലൈസ് എ സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ദി സബോർഡിനേറ്റ്സ് ഫോർ ബെറ്റർ പെർഫോമൻസ്. ഇറ്റ് ഇൻസ്പയർസ് എംപ്ലോയീസ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഗീവ് ബെറ്റർ പെർഫോമൻസ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഇൻ ആക്ഷൻ. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിനും അതിലൂടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനും സബോർഡിനേറ്റ്സിനെ സഹായിക്കുന്നത് ഈ കൺട്രോൾ തന്നെയാണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് മീൻസ്. അതായത് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അച്ചീവ് ചെയ്യുന്ന രീതിയും
എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് കൺട്രോളാണ്. നെക്സ്റ്റ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഒരു ഓർഗനൈസേഷനെ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത് വെൻ ഇറ്റ് അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമ്പോഴാണ്. അപ്പം കൺട്രോൾ ഹെൽപ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഓർഗനൈസേഷനെ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നത് പ്രോപ്പർ കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. ദെൻ എംപ്ലോയി മൊറൈൽ. അപ്പം ഒരു ഓർഗനൈസേഷനിൽ ഓർഡറും ഡിസിപ്ലിനും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോളിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ഇത് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു മൊറൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ബേസിസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിന് കൺട്രോളിലൂടെ ആ ഡീവിയേഷൻസ് മനസ്സിലാക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ആ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉണ്ടാകാതെ തടയാനുള്ള സ്റ്റെപ്സുകളൊക്കെ എടുക്കുന്നത് നമ്മൾ കൺട്രോളിലൂടെയാണ്. അപ്പം ഫ്യൂച്ചർ ആക്ഷൻസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് തന്നെ നമുക്ക് കൺട്രോളിനെ കൺസിഡർ ചെയ്യാം. ദെൻ ഫെസിലിറ്റേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ. ലാർജ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ദേ നീഡ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വരുമ്പോൾ അവിടെ കൺട്രോൾ ഇല്ലാതെ പറ്റില്ല. കാര്യം സബോർഡിനേറ്റ്സിൻ്റെ ഇടയിലും ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം ഓഫ് കൺട്രോൾ ഈസ് വെരി എസെൻഷ്യൽ വെൻ ദർ ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പം ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആവശ്യമാണ്. ഡീസെൻട്രലൈസേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആക്ച്വലി കൺട്രോൾ പ്രോസസ്സാണെന്ന് പറയാം. ഈ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ കൺട്രോളിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ അതിന് ചില പരിമിതികളുമുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിൽ ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ടാകാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിലുണ്ടാകുന്ന ചേഞ്ച്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജീസ്, ടെക്നോളജി ചേഞ്ചസ്, കൺസ്യൂമർ പ്രിഫറൻസ് ചേഞ്ചസ്, ഓൾ ദീസ് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതൊന്നും നമുക്ക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പോയിൻ്റ്, ആബ്സെൻസ് ഓഫ് പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ്സ്. ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് മാത്രമേ നമുക്ക് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ. ബാക്കിയുള്ളതിന് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഒന്നും പെർഫെക്റ്റ് ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഉള്ള ആ ഒരു പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ആക്യുറേറ്റ്ലി. അതൊരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ ഫിക്സിങ് റെസ്പോൺസിബിലിറ്റി. ലാർജ് ഓർഗനൈസേഷൻസിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് ആക്റ്റീവ് പെർഫോമൻസ് ഉണ്ടായിരിക്കും, പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പം റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും ഈ കൺട്രോളിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ എക്സ്പെൻസീവ് പ്രോസസ്സ്. ഈ കൺട്രോൾ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ലോട്ട് ഓഫ് ടൈമും എഫേർട്ട് ഇതിന് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിനൊരു എക്സ്പെൻസീവ് പ്രോസസ്സായിട്ട് നമുക്ക് പറയാം. ദെൻ ഒപ്പോസിഷൻ ഫ്രം സബോർഡിനേറ്റ്സ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബോർഡിനേറ്റ്സിൻ്റെ ആക്ടിവിറ്റീസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ഷൻസിലും തിങ്കിങ്ങിലും ഉണ്ടാകുന്ന ഒരു ഇൻ്റർഫിയറൻസ് ആണ് ഈ കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ദ സബോർഡിനേറ്റ്സ് ഓഫൺ റെസിസ്റ്റ് കൺട്രോൾ. അവർ കൺട്രോളിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കൺട്രോളിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളാണ്. ഇപ്പോൾ കൺട്രോള് ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് പെർഫോമൻസിൻ്റെ ബേസിൽ നമുക്ക് കൺട്രോളിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏത് ലെവലിലാണ് നമ്മൾ കൺട്രോൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ബേസിലാണ് നമ്മൾ കൺട്രോളിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി കൺട്രോളാണ്. പ്രിലിമിനറി കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മളൊരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന കൺട്രോളിനെയാണ് നമ്മൾ പ്രിലിമിനറി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺട്രോൾ ഡിവൈസ് വിച്ച് ദ മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷസ് ജസ്റ്റ് ഇൻ അഡ്വാൻസ് ഓഫ് ദി പെർഫോമൻസ് ആൻഡ് ആക്ടിവിറ്റി ആക്ച്വലി പെർഫോം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ഡിവൈസാണ് പ്രിലിമിനറി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി കൺസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് പ്ലാനിങ് ടൈമിൽ. ആക്ടിവിറ്റി ആക്ച്വലി നമ്മൾ പെർഫോം ചെയ്യില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു കൺട്രോൾ ഡിവൈസാണ് പ്രിലിമിനറി കൺട്രോൾ. നെക്സ്റ്റ്, കൺകറൻറ്റ് കൺട്രോൾ. കൺകറൻറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ദി പെർഫോമൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ഡിവൈസാണ് കൺകറൻറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്.
അസസ്മെൻറ്റ്സ് ആർ മെയ്ഡ് ആൻഡ് റിപ്പോർട്ട്സ് ആർ സബ്മിറ്റഡ് ടു ഹയർ അതോറിറ്റീസ്. ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ ആ ഒരു കൺട്രോൾ ടെക്നിക്ക് യൂസ് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ ഹയർ അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അസസ്മെൻറ്റുകളൊക്കെ നടത്തി. കൺട്രോൾ ചാർട്ട്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, നെറ്റ്വർക്ക് പ്ലാനിങ്, ഇതൊക്കെ ഈ കൺകറൻറ്റ് കൺട്രോളിന് എക്സാമ്പിൾസ് ആണ്. ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന കൺട്രോൾ ടെക്നിക്കാണ്. നെക്സ്റ്റ് പോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൺട്രോൾ. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ടെക്നിക്കാണ് പോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. റിസൾട്ട് ഇവിടെ മെഷർ ചെയ്യുന്നത് പെർഫോമൻസിന് ശേഷമാണ്. കറക്ഷൻ ബിക്കോസ് ആഫ്റ്റർ ദി ഇവൻറ്റ്. ഇത് സാധാരണയായിട്ട് എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള പെർഫോമൻസ് കഴിഞ്ഞ് അവരെ റിവാർഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നതിനും അവരെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ ബേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ്. ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ഡിസിപ്ലിനറി ആക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ഇതൊക്കെയാണ്. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് കൺട്രോൾ അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ഇത് ആക്ച്വലി നമ്മൾ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് ടൈപ്പ് ഓഫ് കൺട്രോൾ ആൻറ്റിസിപ്പേറ്റ്സ് ദ പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു ഓവർകം ദം. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഉണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സുകളാണ്. അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സുകൾ എടുക്കാം, ആ ഒരു കൺട്രോൾ ടെക്നിക്സാണ് പ്രെഡിക്റ്റീവ് കൺട്രോളിൽ വരുന്നത്. കറക്ഷൻസ് ആക്ച്വലി ചെയ്യുക എന്നുള്ളതാണ്. കറക്ഷൻ ക്യാൻ ബി മെയ്ഡ് ബിഫോർ ദ സിസ്റ്റം ഈസ് അഫക്റ്റഡ്. അപ്പം ക്യാഷ് ബഡ്ജറ്റ് ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ക്യാഷ് ബഡ്ജറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, ആക്ച്വലി നമുക്ക് ആ ചിലവ് ഉണ്ടാകുന്നതിന് മുൻപാണ്. അപ്പം അത് ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് റിസർവ് ചെയ്യാം എന്നുള്ള ഒരു ടെക്നിക്കാണ് ഈ പ്രെഡിക്റ്റീവ് കൺട്രോൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 4 തരത്തിലുള്ള കൺട്രോൾ ടൈപ്സാണ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ കൺട്രോൾ. ഈ കൺട്രോളിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരു ഓർഗനൈസേഷനിൽ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റിഫ്ലക്റ്റ് ദ ഡിസൈർഡ് റിസൾട്ട്സ് ഓർ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് പെർഫോമൻസ്. മിനിമം നമ്മൾ അത്രയെങ്കിലും പെർഫോം ചെയ്തിരിക്കണം. അതാണ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഈ സ്റ്റാൻഡേർഡിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ഫിസിക്കൽ ഓർ മോണിറ്ററി ടേംസ് അല്ലേ. നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കും. സാധാരണയായിട്ട് പ്രൊഡക്ഷൻ, സെയിൽസ്, ഫിനാൻസ് ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെയാണ് നമുക്കിപ്പം പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് പെർ ഡേ 20 യൂണിറ്റ്സ് നമ്മൾ മിനിമം പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ഇത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ, എംപ്ലോയി മൊറൈൽ, മോട്ടിവേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇവിടെയൊക്കെ നമുക്ക് ഇൻടാഞ്ചിബിൾ ടേംസാണ്. അത് നമുക്കൊരിക്കലും വ്യൂ ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ നമുക്കൊരു ഒബ്സർവേഷനിലൂടെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ ആക്ച്വലി അവർ ചെയ്യുന്ന ആ വർക്ക് എത്രമാത്രം പെർഫോമൻസ് ഉണ്ടായി എന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുകയും സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റ് നമുക്ക് ഈസി ആകുന്നു. മെഷർമെൻറ്റിലൂടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ്റെ കേസിൽ 20 യൂണിറ്റ്സ് പെർ ഡേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ നമ്മളൊരു 19 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മുടെ മെഷർമെൻറ്റ് മനസ്സിലാക്കി 19 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിൻ്റെ അകത്തൊരു 1 യൂണിറ്റിൻ്റെ ഡീവിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചർ കറക്റ്റ് ടൈമിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ പ്രൊഡക്ഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് സമയത്തിന് എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പം ഇങ്ങനെ മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അപ്പം ഇവിടെ നമ്മൾ ആക്ച്വലും പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്ത് നോക്കുന്നു, കമ്പയർ ചെയ്ത് നോക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പം 20 യൂണിറ്റ്സും 19 യൂണിറ്റ്സും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു 1 യൂണിറ്റിൻ്റെ ഡിഫറൻസ് വരുന്നു. അപ്പോൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കമ്പാരിസൺ ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പിലാണ് നടക്കുന്നത്.
അപ്പോൾ ആക്ച്വലും ഡിസൈർഡ് റിസൾട്ടും തമ്മിലുള്ള ഡീവിയേഷൻ അവിടെ റിവീൽ ചെയ്യുന്നു. അപ്പം ഇവിടെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് കറക്റ്റായിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കമ്പാരിസൺ വളരെ ഈസിയാണ്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ 1 യൂണിറ്റിന് ഡിഫറൻസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് പേഴ്സണൽ ഒബ്സർവേഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ആപ്റ്റ് ആവണമെന്നില്ല. ക്വാണ്ടിറ്റേറ്റീവ്ലി ആണെന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ഈസിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് ഡീവിയേഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ അനലൈസ് ചെയ്തു, ആ ഡീവിയേഷൻ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ വന്നത്, 1 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടായി. ഇങ്ങനെ ലീസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഡീവിയേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിനെ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കൂടുതൽ ഡീവിയേഷൻസ്, ഇപ്പോൾ 20 യൂണിറ്റ്സ് ആണ് മിനിമം വെച്ചിരിക്കുന്നത്, പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 9 യൂണിറ്റ്സ് ആണ്. അവിടെ ഒരു വലിയ ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഡീവിയേഷൻ ഉണ്ടായത്, അത് നമ്മൾ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുകയും മാനേജ്മെൻറ്റിന് അതിനാവശ്യമായിട്ടുള്ള നെസസറി കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അനാലിസിസ് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻസ്. അപ്പം ഇതിൻ്റെ കോസസ് ഫൈൻഡ് ചെയ്യുക. ഇത് അനലൈസ് ചെയ്തപ്പോൾ ഇത്രയും ഒരു റിസൾട്ട് ഇത്രയും കുറവ് വന്നു, അത് എന്തുകൊണ്ടാണ്, അത് നമുക്ക് തടയാൻ എന്തൊക്കെ എടുക്കാം എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ. വേരിയേഷൻസ് ആർ റിപ്പോർട്ടഡ് ടു ദ മാനേജ്മെൻറ്റ് ഫോർ ആക്ഷൻ. മാനേജ്മെൻറ്റ് സാധാരണയായിട്ട് എടുക്കുന്ന കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിവിഷൻ. ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് ചിലപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ കൂടുതലായിരിക്കും. സാധാരണ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് റിവിഷനിൽ ചേഞ്ച് വരുത്താം. ദെൻ ദേ ക്യാൻ ഡു ചേഞ്ച് ഇൻ ദി അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക്. അപ്പം ഒരാൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ടാസ്ക് അല്ലാതെങ്കിൽ അതിൽ ചേഞ്ച് വരുത്താം. നെക്സ്റ്റ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൽ ഉണ്ടാകുന്ന കുറവ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസും മോട്ടിവേഷനും കൊടുക്കാത്തത് കൊണ്ടാണെങ്കിൽ, അതായത് ഡയറക്ഷനിലുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ടെക്നിക്സിൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുത്താം. അപ്പോൾ ഇങ്ങനെ പല റെമഡിയൽ മെഷേഴ്സും ഇതിലൂടെ നമുക്ക് കൺട്രോളിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകളാണ് കൺട്രോളിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.